ലേണിംഗ് ട്രീയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ് എക്സലിൻ്റെ ക്ലാസ്സാണ്. എക്സലിൽ നിന്ന് എങ്ങനെയാണ് പ്രിൻ്റ് ഔട്ട് എടുക്കുക എന്നുള്ളത് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് പഠിക്കാവുന്നതാണ്. കുറേ ഓപ്ഷൻസ് ഉണ്ട് അതിനുള്ളിൽ. കുറേ കുട്ടികൾക്ക് അറിയില്ല. ജസ്റ്റ് ഒന്ന് പ്രിൻ്റ് ഔട്ട് എടുക്കാൻ മാത്രമേ എല്ലാവർക്കും അറിയുള്ളൂ. അപ്പോൾ കുറച്ചും കൂടി ഡീപ്പായിട്ടുള്ള ക്ലാസ്സാണ് കേട്ടോ. ഓക്കെ, എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാം. നേരത്തെ ഞാനൊരു ക്ലാസ് ഇട്ടിരുന്നു പ്രിൻ്റ് ഔട്ട് എടുക്കുന്നത് അല്ലേ. ഒരു വേർഡിൽ നിന്നാണ് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നത്. വേർഡിനേക്കാളും കുറച്ചും കൂടി കാര്യങ്ങൾ ഇതിൽ പഠിക്കാനുണ്ട്. 4 രീതിയിൽ പ്രിൻ്റ് ഔട്ട് എടുക്കാം. Ctrl+P, രണ്ടാമതായിട്ട് ഹോമിന് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ തന്നെ നമുക്ക് സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ്. മൗസിലൂടെ സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ്. നെക്സ്റ്റ് വരുന്നത് Ctrl+F2. എന്താണ് Ctrl+F2? പ്രിന്റ് പ്രിവ്യൂ. പ്രിന്റ് പ്രിവ്യൂ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരെ തന്നെ പ്രിന്റ് ഔട്ട് കൊടുക്കാവുന്നതാണ്. പ്രിന്റ് പ്രിവ്യൂ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് പ്രിന്റ് ഔട്ട് എടുക്കാവുന്നതാണ്. അതിന്റെ ഷോർട്ട് കട്ടാണ് Ctrl+F2. ഓക്കെ, 3 രീതിയിൽ നമുക്ക് പ്രിന്റ് ഔട്ട് എടുക്കാം. Ctrl+P ഒന്നാമതായിട്ട്, രണ്ടാമതായിട്ട് Ctrl+F2. Ctrl+F2 എന്താണ്? പ്രിന്റ് പ്രിവ്യൂവിന്റെ ഷോർട്ട് കട്ടാണ്. അതിലൂടെ തന്നെ നമുക്ക് പ്രിന്റ് ഔട്ട് എടുക്കാവുന്നതാണ്. നെക്സ്റ്റ് വരുന്നത് ഹോം മെനുവിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് പ്രിന്റ് ഔട്ട് എടുക്കാവുന്നതാണ്. അത് പിക്ചറായിട്ട് ഉണ്ടാകും. എല്ലാം എന്നുണ്ടെങ്കിൽ Ctrl+P എന്ന് എഴുതി കാണും. അത് ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, കുറേ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രിന്റ് ഔട്ട് എടുക്കാവുന്നതാണ്. പിന്നെയുള്ളത് കോളംസ് ഹൈഡ് ചെയ്ത് വെക്കുന്നത്, അൺഹൈഡ് ചെയ്ത് വെക്കുന്നത് അല്ലേ. പ്രിന്റ് ഔട്ട് ചെയ്യുമ്പോൾ ഒരു 25 കോളംസ് ഉണ്ടെങ്കിൽ ഒരു 10 കോളം നമുക്ക് ഹൈഡ് ചെയ്ത് വെക്കുക. ഹൈഡ് ചെയ്ത് വെക്കുക എന്നുള്ളത് എന്താണ്? നമുക്കത് കാണാൻ പാടില്ല. അതവിടെ ഉണ്ടാകും, പക്ഷെ അത് കാണാൻ പാടില്ല. അതാണ് ഹൈഡ് ചെയ്ത് വെക്കുക എന്ന് പറയുന്നത്. അടുത്തതായിട്ട് എനിക്ക് പറയാനുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നോർമൽ പേജ്. അത് ഞാൻ പറഞ്ഞുതരാം. നെക്സ്റ്റ് എന്താണ്? പേജ് ബ്രേക്ക്. എന്താണ് പേജ് ബ്രേക്ക് അല്ലേ? അത് പഠിക്കണം. നെക്സ്റ്റ് വരുന്നത് പേജ് ലേഔട്ട്. ഇത് 3ഉം കുറേ കുട്ടികൾക്ക് അറിയില്ല. അതും നമുക്ക് ഇതിലൂടെ തന്നെ നമുക്ക് പഠിക്കാവുന്നതാണ്. നെക്സ്റ്റ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു കാര്യമാണ് സെറ്റ് പ്രിന്റ് ഏരിയ. എന്താണ് സെറ്റ് പ്രിന്റ് ഏരിയ? കുറച്ച് ഭാഗം നമുക്ക് സെലക്ട് ചെയ്തിട്ട് എടുക്കുന്ന ഒരു ഭാഗത്തിനെയാണ് സെറ്റ് പ്രിന്റ് ഏരിയ എന്ന് പറയുന്നത്. അത് ഞാൻ പ്രാക്ടിക്കലിലൂടെ തന്നെ പറഞ്ഞിരുന്നതാണ്. അത് ഞാൻ പ്രാക്ടിക്കലിലൂടെ തന്നെ നല്ലപോലെ പറഞ്ഞിരുന്നതാണ്. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കണ്ടാൽ മാത്രമേ ഇത് പഠിക്കാൻ പറ്റുള്ളൂ. പേജ് ലേഔട്ടിലാണ് സെറ്റ് പ്രിന്റ് ഏരിയ ഉള്ളത്. നമുക്ക് പ്രത്യേക സാഹചര്യങ്ങളിൽ സെലക്ട് ചെയ്തിട്ട് സെറ്റ് പ്രിന്റ് ഏരിയ സെലക്ട് ചെയ്താൽ പ്രിന്റ് പ്രിവ്യൂവിൽ അത് മാത്രമേ കാണുകയുള്ളൂ. അതാണ് വളരെയധികം ഇമ്പോർട്ടൻ്റ് അല്ലേ. സെറ്റ് പ്രിന്റ് ഏരിയ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് ഭാഗം മാത്രമാണ് നമുക്ക് സെലക്ട് ചെയ്തെടുക്കേണ്ടത്, ആ ഭാഗം മാത്രമേ പ്രിന്റ് പ്രിവ്യൂവിൽ കാണുകയുള്ളൂ. ഇങ്ങനെയുള്ള കുറേ ഓപ്ഷൻസ് ഉണ്ട്. നല്ല രീതിയിൽ തന്നെയാണ് ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് പഠിക്കും. ഓക്കെ, ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ പുതിയ ആരെയും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. എന്നാലേ നിങ്ങൾക്ക് അടുത്ത നോട്ടിഫിക്കേഷൻ കിട്ടും. ബെലൈക്കൺ എന്തായാലും പ്രസ് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പുതിയ നോട്ടിഫിക്കേഷൻ ഒന്നും കിട്ടുകയില്ല കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ് എക്സലിൽ നിന്ന് എങ്ങനെയാണ് പ്രിൻ്റ് ഔട്ട് എടുക്കുക എന്നുള്ള ക്ലാസ്സാണ്. വേർഡിൽ നിന്നാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ എടുക്കാൻ പോകുന്നത് എക്സലിൽ നിന്ന് എങ്ങനെയാണ് പ്രിൻ്റ് ഔട്ട് എടുക്കുന്നത്. ഓക്കെ, ശ്രദ്ധിച്ച് പഠിക്കണം. എക്സലിൽ കുറച്ച് ഡാറ്റകൾ നമ്മൾ സെലക്ട് ചെയ്ത് വെക്കുക. സെലക്ട് മീൻസ് എന്താണ്? ടൈപ്പ് ചെയ്ത് വെക്കുക അല്ലേ. കുറച്ച് ഡാറ്റ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്രത്തോളം ഡാറ്റ ചെയ്യണം? കുറച്ച് കൂടുതൽ പേപ്പേഴ്സ് വേണം. ഇപ്പോൾ നോക്കിയാൽ ഞാൻ കുറച്ച് സൂം ചെയ്ത് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. കണ്ടോ, ഇതുപോലെ സൂം ചെയ്ത് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ എത്ര പേജ് ഉണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും അല്ലേ. അതെങ്ങനെയാണ്? ഓഫീസ് ബട്ടൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ കണ്ടോ, ഇത് ക്ലിക്ക് ചെയ്തിട്ട് പ്രിന്റിന് നേരെ തന്നെ പ്രിന്റ് പ്രിവ്യൂ കണ്ടോ. അപ്പോൾ പ്രിന്റ് പ്രിവ്യൂ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര പേജ് എടുത്തിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. കണ്ടോ, ഇവിടെ പ്രിന്റ് പ്രിവ്യൂ പേജ് 1 of 4. ഓക്കെ, അപ്പോൾ 4 പേജ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെ ക്ലോസ് പ്രിന്റ് പ്രിവ്യൂ ചെയ്യുക. ഇതൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. പ്രിന്റ് പ്രിവ്യൂ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെ ക്ലിക്ക് ചെയ്യണം? ക്ലോസ് പ്രിന്റ് പ്രിവ്യൂ ചെയ്യാൻ പാടുള്ളൂ. ഇവിടെയുള്ള ക്ലോസ് ചെയ്യാൻ പാടില്ല കേട്ടോ. അപ്പോൾ ക്ലോസ് പ്രിന്റ് പ്രിവ്യൂ ചെയ്യുക. ക്ലിയർ ആയോ? അപ്പോൾ എത്ര പേജ് നമ്മൾ എടുത്തിട്ടുണ്ട്? 4 പേപ്പർ എടുത്തിട്ടുണ്ട്. ഈ 4 പേപ്പർ നമ്മൾക്ക് എന്ത് ചെയ്യണം? പ്രിന്റ് എടുക്കണം അല്ലേ.
അപ്പോൾ എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യം എന്താണ്? കൺട്രോൾ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് പി കൊടുക്കുക. എങ്ങനെയാണ്? കൺട്രോൾ പ്രസ് ചെയ്തിട്ട് പി കൊടുക്കുക. പി കൊടുക്കുമ്പോൾ ഷോർട്ട് കട്ടാണ് കേട്ടോ പറഞ്ഞ കീബോർഡിൽ. അപ്പോൾ ഇതുപോലെ വരും അല്ലേ, ഇതുപോലെ ഇങ്ങനെ വരും. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് എടുക്കുന്നത്? കൺട്രോൾ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് പി കൊടുക്കുക. ഈ ഒരു കാര്യം മാത്രം ഓരോരുത്തർക്ക് അറിയുള്ളൂ. അപ്പോൾ കൂടുതൽ നമുക്ക് അറിയണം, കാരണം ഷോർട്ട് കട്ട്സ് ഒക്കെ പഠിക്കാനുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ അറിയാനുള്ള കാര്യം എന്ന് പറയുന്നത്, കൺട്രോൾ പി കൊടുക്കുമ്പോൾ ഇങ്ങനെ ഒരു ബോക്സ് വന്നു അല്ലേ. ഈ ബോക്സിന് പറയുന്ന പേരെന്താണ്? ഡയലോഗ് ബോക്സ്. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം നെയിം എന്നുള്ള സ്ഥാനത്ത് ഇവിടെ ഈ ഭാഗത്ത് ഈ ഏരോയിൽ കൂടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ കിടക്കുന്ന ഇവിടെ ഫാക്സ് XPS എന്നൊക്കെയാണ് കിടക്കുന്നത്. ഇവിടെ ഈ സിസ്റ്റത്തിൽ ഞാൻ പ്രിൻ്റ് ഔട്ട് എടുക്കാറില്ല. അതുകൊണ്ടാണ് ഇതിൽ ഇൻസ്റ്റാൾ ചെയ്യാത്തത് കൊണ്ടാണ് ഇവിടെ വന്ന് കിടക്കാത്തത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഫാക്സ് XPS ഡോക്യുമെൻ്റ് ഇതൊന്നുമല്ല എക്സലിൻ്റെ ഇതൊന്നുമല്ല പ്രിന്റിൻ്റെ 2900 പ്രിൻ്റർ ഉണ്ടാവും. അതുപോലെ തന്നെ 2010 ഉണ്ടാവും വെർഷൻ. അങ്ങനെ ഇവിടെ കാണും. പ്രിൻ്ററിൻ്റെ പേര് ഇവിടെ എന്ത് ചെയ്യണം? സെലക്ട് ചെയ്യണം. ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ക്ലിക്ക് ചെയ്യണം, നിർബന്ധമാണ്. ഏത് പ്രിന്റിലാണോ നമ്മൾ പേപ്പർ വയ്ക്കുന്നത് ആ പ്രിൻ്ററിൻ്റെ പേരാണ് ഇവിടെ സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഓൾ ആണ്. കണ്ട പ്രിൻ്റ് റേഞ്ചിനോടെ ഓൾ കഴിഞ്ഞിട്ട് പേജസ് ഉണ്ട് അല്ലേ. അപ്പോൾ ഓൾ ആയിരിക്കും എല്ലാവർക്കും അറിയുന്നത്. നെക്സ്റ്റ് ജസ്റ്റ് ഒന്ന് ഓക്കെ ബട്ടൺ മാത്രം പ്രസ് ചെയ്യുള്ളൂ. ബാക്കി ഇവിടെയൊക്കെ എന്താണെന്നൊന്നും ആർക്കും അറിയില്ല. അപ്പോൾ ഇതൊക്കെ നമുക്ക് പഠിക്കണം. അപ്പോൾ ഓൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ 4 പേജും വരും അല്ലേ. ഓൾ ക്ലിക്ക് ചെയ്തിട്ട് ഓക്കെ കൊടുക്കുമ്പോൾ 4 പേജ് വരും. ഇനി അടുത്തതായിട്ട് പേജസ് ക്ലിക്ക് ചെയ്യുക. എന്താണ് പേജസ് എന്ന് പറയുമ്പോൾ ഫ്രം ഉണ്ട്, ടു ഉണ്ട് അല്ലേ. ഈ ഫ്രമ്മിൻ്റെ അവിടെ എന്ത് കൊടുക്കണം? 1 അല്ലേ. 1 തൊട്ട് 10 പേജ് ഇവിടെ ഉണ്ടെങ്കിൽ 1 തൊട്ട് 5 വരെയാണ് നമുക്ക് പ്രിൻ്റ് ഔട്ട് വേണ്ടത്. അപ്പോൾ എന്താ ചെയ്യുന്നത്? 1 തൊട്ട് 5 വരെ എന്താവും? പ്രിൻ്റ് അടിച്ച് വരും. ഓക്കെ, 5 തൊട്ട് പ്രിൻ്റ് അടിച്ച് വരും. ക്ലിയർ? അപ്പോൾ എന്താവും? അങ്ങനെ പ്രിൻ്റ് ഔട്ട് എന്ത് ചെയ്യാം? എടുക്കാൻ പറ്റും. ക്ലിയർ ആയില്ലേ? അടുത്തതായിട്ട് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ 105 എന്ന് പറഞ്ഞാൽ എന്താണെന്ന്? ഇനി നെക്സ്റ്റ് 1 എല്ലാം ഇവിടെ കൊടുക്കേണ്ടത് 4 തൊട്ട് നമുക്ക് ചെയ്താൽ മതി. 4 തൊട്ട് 5 വരെ. അപ്പോൾ 4 തൊട്ട് 5 വരെ, അല്ലെങ്കിൽ 4 തൊട്ട് 10 വരെ. 4 എടുത്തിട്ട് 4 ഫ്രം കൊടുത്തു, 2 എന്ത് കൊടുത്തു? 10 കൊടുത്തു എന്ന് വിചാരിക്കും. അപ്പോൾ 4 പേജ് തൊട്ട് 10 വരെ എന്ത് നമുക്ക് ടൈപ്പ് ചെയ്ത് കിട്ടും. അങ്ങനെയാണ് പേജസിനുള്ളിൽ കൊടുക്കേണ്ടത്. അപ്പോൾ 2 രീതിയായി അല്ലേ. മനസ്സിലായില്ലേ? ഇപ്പോൾ ഓൾ കൊടുത്താൽ എല്ലാം വരും. പേജസ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏത് പേജ് തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, അവസാനം ഏത് പേജ് വരെ വേണ്ടത് എന്നുള്ളതാണ് ഇവിടെ 2ൻ്റെ അവിടെ കൊടുക്കേണ്ടത്. ക്ലിയർ ആയോ? നെക്സ്റ്റ് സെലക്ഷൻ ആണ്. കണ്ടോ, കൂടുതൽ പേർക്ക് അറിയില്ല സെലക്ഷൻ എന്താണെന്ന്. ഞാൻ പറഞ്ഞുതരാം. ഇതൊന്ന് ക്ലോസ് ചെയ്യണം. ഞാനിവിടെ ഓക്കെ കൊടുക്കുന്നില്ല കേട്ടോ, ഞാൻ ജസ്റ്റ് പറഞ്ഞു തരുന്നുള്ളൂ. എല്ലാം കഴിഞ്ഞതിന് ശേഷം ഓക്കെ കൊടുക്കുക. ഇനി സെലക്ഷൻ എന്താണെന്ന് പറഞ്ഞുതരാം. സെലക്ഷൻ മീൻസ് നോക്കിയാൽ ഇവിടെ കണ്ടോ, ഇതിപ്പോൾ 1 തൊട്ട് അല്ലെങ്കിൽ കണ്ടോ ഇവിടെ 6 റോ വരെ എനിക്ക് മതി. അല്ല എന്നുണ്ടെങ്കിൽ ഞാനിവിടെ സ്ക്രോൾ ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എവിടെ നിന്നാണോ പ്രിൻ്റ് വേണ്ടത്, ഇവിടെ നിന്നാണ് പ്രിൻ്റ് വേണ്ടതെന്ന് ആയിരിക്കും. ഈ 64 എന്നുള്ള റോയിൽ വെച്ചിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് ഇതുപോലെ ഇങ്ങനെ സെലക്ട് ചെയ്യാം. ഓക്കെ, സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് കൊടുക്കാം? മൗസ് ഒന്ന് വിട്ടു എന്ന് വിചാരിക്കും. പിന്നെ വീണ്ടും നമ്മൾ ഇതിൻ്റെ മേലെ കൂടെ ഇവിടെ നിന്ന് നിങ്ങൾ ഡ്രാഗ് ചെയ്യാൻ പാടില്ല. പുറത്ത് കൊണ്ട് ക്ലിക്ക് ചെയ്യണം. പുറത്ത് കൊണ്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഒരു സെലക്ഷൻ പോയി. ഓക്കെ, അപ്പോൾ വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം? വീണ്ടും സെലക്ട് ഇങ്ങനെ ചെയ്യാം. അടിയിലേക്ക് ഇങ്ങനെ ഡ്രാഗ് ചെയ്യുന്തോറും ചില കുട്ടികൾ കാണിക്കുന്നുണ്ട് പെട്ടെന്ന് വിട്ടു പോകും അല്ലേ. പെട്ടെന്ന് വിട്ട് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതൊന്നും കളയേണ്ട കാര്യമില്ല. നെക്സ്റ്റ് കണ്ടിന്യൂസ് തന്നെ ചെയ്യാം. മൗസ് കൊണ്ട് ഡ്രാഗ് ചെയ്യാതെ എന്ത് ചെയ്യണം? ഷിഫ്റ്റ് പ്രസ് ചെയ്ത് പിടിക്കുക കീബോർഡിൽ. എന്നിട്ട് ഡൗൺ ഏരോ ക്ലിക്ക് ചെയ്യുക. എന്താണ് ഡൗൺ ഏരോ കേട്ടോ. ഇതുപോലെ സെലക്ട് ചെയ്ത് പിടിച്ചിട്ട് അത് വിട്ടിട്ടുണ്ടെങ്കിൽ കണ്ടോ ഇതുപോലെ ഇങ്ങനെ അപ്പ് ഏരോ ക്ലിക്ക് ചെയ്യാം. ക്ലിയർ? ഇങ്ങനെ ഒന്നുകൂടി പറഞ്ഞുതരാം. ഇതുപോലെയാണ് ചെയ്യേണ്ടത്. പുറത്ത് കൊണ്ട് ക്ലിക്ക് ചെയ്താൽ സെലക്ഷൻ പോയി. ജസ്റ്റ് ഒരു പ്രാവശ്യം പറഞ്ഞുതരാം എങ്ങനെയാണ്. കുറേ കുട്ടികൾ ചെയ്തത് കാണുന്നുണ്ട്. ഇതുപോലെ തന്നെ ഇതുപോലെ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ അടിയിലേക്ക് വരുമ്പോഴേക്കും വിട്ടു, പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അത് കഴിഞ്ഞിട്ട് എല്ലാവരും ചെയ്യുന്നതാണ് ഈ ഒരു സെലക്ഷനില്ല, ഈ സെലക്ഷൻ്റെ അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ഈ ഒരു ഡാറ്റ ഇവിടേക്ക് നീങ്ങും. നോക്കിക്കോട്ടോ, അതെ ഇതേപോലെ ഇങ്ങനെ ജസ്റ്റ് ഈ ലൈനിൻ്റെ അവിടെ നിന്ന് ക്ലിക്ക് ചെയ്തൊക്കെ വലിക്കും നിങ്ങൾ അല്ലേ. ലൈനിൻ്റെ അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് വലിക്കുമ്പോൾ
കണ്ടോ, ഇതുപോലെ ഓക്കെ കൊടുക്കും. നിങ്ങൾ ഓക്കെ കൊടുക്കുമ്പോൾ ഇവിടെയുള്ള ഡാറ്റകൾ മുഴുവൻ ഇങ്ങോട്ട് വരും. കണ്ടോ, അപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ അങ്ങനെ വരാതിരിക്കാനാണ് ഞാൻ പറയുന്നത് മൊത്തമായിട്ട് 2 ഭാഗം സെലക്ട് ചെയ്തു. ഓക്കെ, പ്രസ് വിട്ടു. നെക്സ്റ്റ് എന്ത് കൊടുക്കണം? ഷിഫ്റ്റ് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഡൗൺ ഏരോ ക്ലിക്ക് ചെയ്യുക. കീബോർഡിൽ ഡൗൺ ഏരോ ഡയറക്ഷൻ ഇല്ലേ, നെക്സ്റ്റ് ലെഫ്റ്റ് റൈറ്റ് അപ്പ് ഡൗൺ. ഓക്കെ, അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം? അങ്ങനെ എന്ത് ചെയ്യണം? ഷിഫ്റ്റ് പിടിച്ചിട്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്യുക. കണ്ടോ, ഇങ്ങനെ. മനസ്സിലായല്ലോ? അപ്പോൾ അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ എത്ര ഭാഗമാണ് നമുക്ക് വേണ്ടത് അത്രയും ഭാഗം നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചു. നെക്സ്റ്റ് എന്ത് കൊടുക്കണം? നെക്സ്റ്റ് ഇവിടെ കൺട്രോൾ പി കൊടുക്കുക അല്ലേ, അല്ലെങ്കിൽ എന്താണ് ഇവിടെ ഈ സ്റ്റാർട്ട് ബട്ടൺ അല്ലേ, ഓഫീസ് ബട്ടൻ്റെ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് പ്രിന്റ് ഉണ്ടാവും. പ്രിന്റിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് എന്ത് കൊടുക്കണം? സെലക്ഷൻ കൊടുക്കുക. സെലക്ഷൻ കൊടുക്കുമ്പോൾ എന്താണ് വരുന്നത്? സെലക്ട് ചെയ്ത ഭാഗം മാത്രം വരുള്ളൂ. കണ്ടോ, സെലക്ട് ചെയ്ത ഭാഗം മാത്രം വരുള്ളൂ. ഓക്കെ, എന്നിട്ട് നമ്മൾ ഓക്കെ കൊടുക്കുക. ഓക്കെ, ഞാൻ കൊടുക്കുന്നില്ല. മനസ്സിലായല്ലോ? ഞാനിവിടെ ക്യാൻസലാണ് കൊടുക്കുന്നത്. അപ്പോൾ ഏത് രീതിയിൽ പഠിച്ചു, എത്ര രീതിയിൽ പഠിച്ചു നമ്മൾ? അപ്പോൾ നമ്മൾ എത്ര രീതിയിൽ പഠിച്ചു പ്രിന്റ് എടുക്കുന്നത്? ഓഫീസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് പ്രിന്റ് ഇതുപോലെ എടുക്കാം, പ്രിന്റ് അല്ലേ. അല്ല എന്നുണ്ടെങ്കിൽ എങ്ങനെ എടുക്കും? കൺട്രോൾ പി ക്ലിക്ക് ചെയ്താൽ എടുക്കാവുന്നതാണ്. ഇനി അടുത്ത വേറൊരു ഷോർട്ട് കട്ട് പറഞ്ഞുതരാം. പ്രിന്റ് പ്രിവ്യൂവിൻ്റെ ഷോർട്ട് കട്ടാണ് കൺട്രോൾ F2. ഓക്കെ, കൺട്രോൾ F2 കുറേ കുട്ടികൾക്ക് അറിയില്ല, അപ്പോൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. കൺട്രോൾ F2 ഇപ്പം തന്നെ പഠിച്ചു പോക്കോ. കൺട്രോൾ F2, ഈ കൺട്രോൾ F2 ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ കണ്ടോ, ഇവിടെ പ്രിന്റ് ഉണ്ട്, പേജ് സെറ്റപ്പ് ഉണ്ട്, സൂം ഉണ്ട്, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അതിൽ പ്രിന്റിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യുക. പ്രിന്റിൻ്റെ ഒരു പിക്ചർ ഉണ്ട്, ആ പ്രിന്റിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്താലും ഇതുപോലെ തന്നെ ഉള്ള സെയിം ഡയലോഗ് ബോക്സ് തന്നെയാണ് വരുന്നത്. ഓക്കെ, അതിലും നമുക്ക് സെലക്ട് ചെയ്തിട്ട് കൊടുക്കാവുന്നതാണ്. ഓക്കെ, ഇത് 3 രീതി പറഞ്ഞു അല്ലേ. ഇനി നെക്സ്റ്റ് വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. പേജ് ലേഔട്ടിൽ ഇവിടെ പേജ് ലേഔട്ട് അല്ലേ, പ്രിന്റ് എടുക്കുമ്പോഴാണ് കുറേ കാര്യങ്ങൾ പഠിക്കാനുള്ളത്. പേജ് ലേഔട്ട് എടുക്കുക. പേജ് ലേഔട്ട് എടുത്തിട്ട് പ്രിന്റ് ഏരിയയുടെ ഉള്ളിലാണ് സെറ്റ് പ്രിന്റ് ഏരിയ ഉള്ളത്. എന്താണ് സെറ്റ് പ്രിന്റ് ഏരിയ എന്ന് വെച്ചാൽ നോക്കൂട്ടോ, ഇവിടെ നിന്ന് മൊത്തമായിട്ട് ഇത്ര ഭാഗം ഞാൻ സെലക്ട് ചെയ്തു. ക്ലിയർ? സെലക്ട് ചെയ്തതിന് ശേഷം പേജ് ലേഔട്ട് എടുക്കുക. ഓക്കെ, നെക്സ്റ്റ് പ്രിന്റ് ഏരിയ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് എന്ത് കൊടുക്കുക? പ്രിന്റ് ഏരിയ, ഇതിനുള്ളിൽ തന്നെ സെറ്റ് പ്രിന്റ് ഏരിയ ഉണ്ട്. പ്രിന്റ് ഏരിയ ക്ലിക്ക് ചെയ്യുമ്പോൾ സെറ്റ് പ്രിന്റ് ഏരിയ എന്ന് കാണും, അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് എന്ത് നോക്കി ഇവിടെ കണ്ടോ, നിങ്ങൾ ഇവിടെ നോക്കിയത് കേട്ടോ, ഈ ഭാഗത്ത് കണ്ടോ, ഇവിടെ ഒരു ലൈൻ ഇങ്ങനെ കുഞ്ഞി ലൈനായിട്ട് വന്നിട്ടുണ്ട് അല്ലേ. ഇതിനെയാണ് പറയുന്നത് സെറ്റ് പ്രിന്റ് ഏരിയ അല്ലേ. എന്താണ്, ഒരു പ്രത്യേക ഭാഗം മാത്രം നമുക്ക് മതി, എന്ത് പ്രിന്റ് ഔട്ട് മതി എന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് സെറ്റ് പ്രിന്റ് ഏരിയ ഭാഗം സെലക്ട് ചെയ്യാം. അതിനുശേഷം നിങ്ങൾ എന്ത് കൊടുക്കുക? കൺട്രോൾ F2 ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഈ കൺട്രോൾ F2 ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടോ നോക്കിയേ, സെറ്റ് പ്രിന്റ് ഏരിയ കൊടുത്തത് കൊണ്ടാണ് എന്താണ് നെക്സ്റ്റ് എന്താണ് ഇങ്ങനെ വരും അല്ലേ. F2 കൺട്രോൾ F2 ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ വരും. പ്രത്യേക സാഹചര്യത്തിലുള്ള കാര്യങ്ങൾ മാത്രം എടുക്കാനാണ് സെറ്റ് പ്രിന്റ് ഏരിയ എടുക്കുന്നത്. അപ്പോൾ F2 ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ പ്രിന്റ് പ്രിവ്യൂ വരും. അപ്പോൾ സെലക്ട് ചെയ്ത ഭാഗം പ്രിന്റ് ഏരിയ ഭാഗം മാത്രമേ ഇവിടെ ഡിസ്പ്ലേ ചെയ്തുള്ളൂ, ബാക്കിയുള്ള ഭാഗമൊന്നും കാണിച്ചില്ല. കണ്ടോ, ആ പ്രിന്റ് ഔട്ട് എടുക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഇവിടെ കാണിച്ചിട്ടുള്ളൂ. അതെന്താണ്? സെറ്റ് പ്രിന്റ് ഏരിയയാണ് നമ്മൾ ആക്റ്റീവ് ആക്കിയിട്ടിരിക്കുന്നത്. ഓക്കെ, ഇനി ക്ലോസ് പ്രിന്റ് പ്രിവ്യൂ ക്ലിക്ക് ചെയ്യുക. ഇനി എന്ത് ചെയ്യണം? ഈ സെറ്റ് പ്രിന്റ് ഏരിയ കളയണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? മൊത്തമായിട്ട് ഇത്രയും സെലക്ട് ചെയ്യുക, കറക്റ്റായിട്ട് സെലക്ട് ചെയ്യുക. അത്ര ഏരിയ സെലക്ട് ചെയ്തതിന് ശേഷം പ്രിന്റ് ഏരിയ ക്ലിക്ക് ചെയ്തിട്ട് ക്ലിയർ പ്രിന്റ് ഏരിയ സെലക്ട് ചെയ്യുക. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം? കൺട്രോൾ F2 ക്ലിക്ക് ചെയ്ത് നോക്കുക. കണ്ടോ, അപ്പോൾ നോക്കിയാൽ അപ്പോൾ എല്ലാതും വരും. കണ്ടോ, എല്ലാ പേപ്പേഴ്സും വരും. 5 പേജ് ആണെങ്കിൽ 10 പേജ് ആണെങ്കിലും മൊത്തമായിട്ട് കാണാൻ പറ്റും. മനസ്സിലായി എന്ന് വിചാരിക്കണം. എങ്ങനെയാണ്? എനിക്ക് എന്താണ് കുറച്ച് ഭാഗം മാത്രമേ എനിക്കിത് ഇത്രയും ഭാഗം മാത്രം എനിക്ക് മതി. പ്രിന്റ് പ്രിവ്യൂവിലും ഇത്രയും ഭാഗം മാത്രം കണ്ടാൽ മതി. അങ്ങനെയുണ്ടെങ്കിൽ സെലക്ട് ചെയ്യുക. നെക്സ്റ്റ് പ്രിന്റ് പേജ് ലേഔട്ട് എടുക്കുക. പ്രിന്റ് ഏരിയ ക്ലിക്ക് ചെയ്യുക. സെറ്റ് പ്രിന്റ് ഏരിയ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതുപോലെ തന്നെ ഇത്രയും ഭാഗം സെലക്റ്റഡ് ആയിട്ടുണ്ട് അല്ലേ, പ്രിന്റ് ഏരിയ സെലക്ട് ആയിട്ടുണ്ട്. നെക്സ്റ്റ് കൺട്രോൾ F2 ക്ലിക്ക് ചെയ്യുക. F2 എന്താണ് പ്രിന്റ് പ്രിവ്യൂ അല്ലേ. പ്രിന്റ് പ്രിവ്യൂവിൻ്റെ ഷോർട്ട് കട്ടാണ്. ഇനി എന്ത് ചെയ്യണം? ഇവിടെ നിന്നുകൊണ്ട് തന്നെ നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും? പ്രിന്റ് കൊടുക്കാവുന്നതാണ്. ഇത്രയും മനസ്സിലായല്ലോ? ഓക്കെ, അടുത്തതായിട്ട് ഇതൊന്ന് ക്ലിയർ ചെയ്യണം കേട്ടോ. ഈ സെറ്റ് പ്രിന്റ് ഏരിയ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം? ക്ലിയർ ചെയ്ത് കൊടുക്കണം. ക്ലിയർ ചെയ്യുക, എന്നാൽ മാത്രമേ എല്ലാ ഡോക്യുമെന്റ്സും കിട്ടുള്ളൂ. ഡോക്യുമെന്റ്സ് മീൻസ് പേജുകളും എല്ലാ പേജുകളും ഡിസ്പ്ലേ ചെയ്യുള്ളൂ. ക്ലിയർ ആയല്ലോ? ഇനി പറയാനുള്ളത് ഹൈഡ് ആൻഡ് അൺഹൈഡ്. നമ്മളൊരു എന്താ പറയുക, ഒരു 5-6 പേജോ ഒക്കെ നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ
നമുക്ക് രണ്ട് കോളോ അല്ലെങ്കിൽ റോയോ നമ്മൾ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ അത് മാത്രം കണ്ടാൽ മതി എന്നുണ്ടെങ്കിൽ നോക്കൂട്ടോ, ഈ അഡ്രസ്സ് നമുക്ക് എന്ത് ഹൈഡ് ചെയ്ത് വെക്കണം, കാണേണ്ട എന്ന് വിചാരിക്കുക ഈ അഡ്രസ്സ്. ഓക്കെ, അപ്പോൾ ഈ അഡ്രസ്സിൻ്റെ അവിടെ അല്ല വെക്കേണ്ടത്, ബിയുടെ അവിടെ വെക്കുക. ഓക്കെ, ബി കോളം മാത്രം അല്ലെങ്കിൽ സി കോളം, ബിയും സിയും സെലക്ട് ചെയ്യുക. എങ്ങനെയാണ്? ബിയും സിയും ഇതുപോലെ സെലക്ട് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ബി മാത്രം സെലക്ട് ചെയ്യുക. ബി മാത്രം എനിക്ക് ഹൈഡ് ചെയ്ത് വെക്കണം. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം ഫോർമാറ്റ് എടുക്കുക. എന്താണ് ഫോർമാറ്റ്? ഹോം മെനുവിലാണ് കേട്ടോ ഉള്ളത്. ഹോം മെനുവിൽ ഫോർമാറ്റ് എടുക്കുക. നെക്സ്റ്റ് ഇങ്ങനെ വരിക, അടിയിലേക്ക് വരിക, ഹൈഡ് അൺഹൈഡ്. അതിൽ കോളാണോ റോ ആണോ നമ്മൾ ചെയ്തിരിക്കുന്നത്? കോളംസ് ആണ് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം? ഹൈഡ് ചെയ്യുക. ഹൈഡ് കോളംസ് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എന്ത് വന്നു? ആ ഒരു ഇത് പോയി അല്ലേ, കോളംസ് പോയി. ബി കോളം കാണുന്നില്ല. ഇങ്ങനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രിൻ്റ് ഔട്ട് എടുക്കാവുന്നതാണ്. ഇപ്പോൾ ബി കോളം പോയി അല്ലേ. ഇനി ബി കോളം നമുക്ക് എന്ത് ചെയ്യണം? അത് നമ്മൾ എടുക്കണം, ഒന്നും കൂടി നമുക്കത് കാണാം. അപ്പോൾ എന്ത് ചെയ്യണം? ഹൈഡ് ചെയ്ത് വെച്ച സാധനം അൺഹൈഡ് ആക്കണം, അത്രയേ ഉള്ളൂ. അങ്ങനെ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? എയും സിയും സെലക്ട് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് എന്ത് കൊടുക്കണം? ഫോർമാറ്റ് എടുത്തിട്ട് നെക്സ്റ്റ് ഇതുപോലെ തന്നെ വരിക, ഹൈഡ് ആൻഡ് അൺഹൈഡ്. എന്ത് കൊടുക്കണം? അൺഹൈഡ് കോളംസ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എന്ത് വന്നു കണ്ടോ? ഇതുപോലെ. ഇങ്ങനെയാണ് ഹൈഡും അൺഹൈഡും ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്നത് റോയാണ് ഞാൻ ഹൈഡ് ആക്കുന്നത്. 4ഉം 5ഉം ആണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. 4ഉം 5ഉം. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണം? 4ഉം 5ഉം ഞാൻ എന്ത് ചെയ്തു? അല്ലെ, ഒറ്റ റോ മാത്രം, ഒരു റോ മാത്രം ഹൈഡ് ചെയ്യുന്നതായിരിക്കും. നെക്സ്റ്റ് ഫോർമാറ്റ് എടുക്കുക, നെക്സ്റ്റ് ഹൈഡ് എടുക്കുക. എന്ത് ചെയ്യണം? ഹൈഡ് റോസ് ക്ലിക്ക് ചെയ്യുക. റോ അല്ലേ നമ്മൾ സെലക്ട് ചെയ്തിരിക്കണേ. അപ്പോൾ എന്ത് വന്നു? ഹൈഡ് റോസ് ക്ലിക്ക് ചെയ്യും. കണ്ടോ? ഹൈഡ് റോസ് ക്ലിക്ക് ചെയ്തപ്പോൾ 4 എന്ന് പറഞ്ഞ റോ ഇവിടെ കാണുന്നില്ല അല്ലേ, അത് ഹൈഡ് ആയിട്ടുണ്ട്. ഇനി നമുക്കത് ഡിസ്പ്ലേ ചെയ്യണം. ഏത്? 4 എന്നുള്ള റോ കാണണം. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ ഡിലീറ്റ് ചെയ്ത റോ ഇല്ലേ, അതിക്ക് മുൻപുള്ളതും പിന്നുള്ളതും സെലക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണം? 3ഉം 5ഉം സെലക്ട് ചെയ്യുക. ഓക്കെ, മനസ്സിലായല്ലോ? 3ഉം 5ഉം. 4 പോയി, അത് കഴിഞ്ഞ ശേഷം 3ഉം 5ഉം. കേട്ടോ? സെലക്ട് ചെയ്തതിന് ശേഷം എന്ത് കൊടുക്കണം? ഫോർമാറ്റ് എടുത്തതിന് ശേഷം എന്ത് ചെയ്യണം? ഹൈഡ് എടുക്കുക. നെക്സ്റ്റ് എന്ത് കൊടുക്കണം? അൺഹൈഡ് റോസ്. നമ്മൾ റോസല്ലേ ചെയ്യുന്നത്, അൺഹൈഡ് റോസ് ക്ലിക്ക് ചെയ്യും. മനസ്സിലായല്ലോ? ഇത് 2-3 പ്രാവശ്യം ചെയ്യണം കേട്ടോ, എന്നാലേ മനസ്സിലാവുള്ളൂ. ഓക്കെ.